നമസ്കാരം. സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഒക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ 2023-24 വർഷത്തെ ലാഭവിഹിത വിതരണം ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് ശ്രീ PJ തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു. 2012 മുതൽ തുടർച്ചയായി 12 വർഷം 25% ലാഭവിഹിതം അംഗങ്ങൾക്ക് നൽകി വരുന്നു. ഈ വർഷം 1,04,00,000 രൂപ അംഗങ്ങൾക്കായി ബാങ്ക് നൽകുന്നു. ബാങ്കിംഗ് പ്രവർത്തനങ്ങൾക്ക് പുറമെ ജനോപകാരപ്രദമായ മറ്റ് ഇതര പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതിനാലും വർഷങ്ങളായി ബാങ്ക് ലാഭത്തിൽ പ്രവർത്തിക്കുന്നതും കൊണ്ടുമാണ് 25% ലാഭവിഹിതം നൽകാൻ ബാങ്കിന് സാധിക്കുന്നത്. ബാങ്ക് ഭരണസമിതി അംഗം ശ്രീ PB ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാങ്ക് മുൻ പ്രസിഡന്റ് TV മോഹനൻ സ്വാഗതം ആശംസിച്ചു. ഭരണസമിതി അംഗങ്ങളായ വനജ തമ്പി, ആനി ജോസ്, TP ഷിബു, ശ്രുതിൻ ചന്ദ്രൻ, ഷമീർ AA, KD പിയൂസ്, ബാങ്ക് സെക്രട്ടറി അഞ്ജു TS എന്നിവർ പങ്കെടുത്തു. ബാങ്ക് ഭരണസമിതി അംഗം ശ്രീ AV സെബാസ്റ്റ്യൻ നന്ദി രേഖപ്പെടുത്തി. കുത്തുകുഴി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സർഗ സ്കൂൾ ഓഫ് ആർട്സിന്റെ അവധിക്കാല പരിശീലന പരിപാടികളുടെ ഉദ്ഘാടനം ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട കോതമംഗലം MLA ആന്റണി ജോൺ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് ശ്രീ KK വർഗീസ് അധ്യക്ഷനായ യോഗത്തിൽ ഭരണസമിതി അംഗം ശ്രീ CS രാജു സ്വാഗതം പറഞ്ഞു. യോഗത്തിൽ ഇരുകൈകളും ബന്ധിച്ച് 11 കിലോമീറ്റർ ദൂരം 1 മണിക്കൂർ 45 മിനിറ്റ് സമയം കൊണ്ട് വേമ്പനാട്ട് കായൽ നീന്തിക്കയറി വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ മാസ്റ്റർ ആദിത്യൻ സുരേന്ദ്രനെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. 7-4-25 മുതൽ നൃത്തം, സംഗീതം, യോഗ, കരാട്ടെ, വിവിധ ഇൻസ്ട്രുമെന്റുകൾ എന്നിവയിൽ പരിശീലനം ആരംഭിക്കും. ഇതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ട്യൂഷൻ ക്ലാസുകളും സംഘടിപ്പിക്കും. സർഗ സ്കൂൾ ഓഫ് ആർട്സിലെ മുൻ വിഷയങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായി. വാർഡ് കൗൺസിലർമാരായ ശ്രീമതി ഭാനുമതി രാജു, PR ഉണ്ണികൃഷ്ണൻ, വിദ്യാപ്രസന്നൻ, റോസിലി ഷിബു, നോബ് മാത്യു, ഭരണസമിതി അംഗങ്ങളായ ശ്രീ ജോസ് പുല്ലൻ, MU ജേക്കബ്, അരുൺ പ്രകാശ്, ഗണേഷ് കുമാർ PA, ശരത് മുരളി, ഹരിഹരൻ BT, തങ്കമണി ബാബു, ജമ TR, നീതു അരുൺ, ചന്ദ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ബിന്ദു R നന്ദി പറഞ്ഞു. ബാങ്കിന്റെ ലാഭത്തിൽ നിന്നും വകമാറ്റിവെച്ചിട്ടുള്ള സാമൂഹ്യക്ഷേമ നിധി ഫണ്ട് ഉപയോഗിച്ച് സഹകാരികൾക്കായി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഇനിയും ആരംഭിക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് ശ്രീ KK വർഗീസ് അറിയിച്ചു. സഹകരണ മേഖലയിൽ പണസംബന്ധമല്ലാത്ത തർക്കങ്ങൾ തീർപ്പാക്കാൻ ജഡ്ജിയില്ലാതെ വലയുന്നു. ആയിരക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുന്ന സഹകരണ ആർബിട്രേഷൻ കോടതിയിൽ ജഡ്ജി ഇല്ലാതായിട്ട് 1 വർഷത്തോളമാകുന്നു. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട സംസ്ഥാന തലത്തിൽ പരാതികൾ പരിഗണിക്കുന്ന ഏക കോടതിയാണ് ന്യായാധിപന്റെ അഭാവത്തിൽ പ്രവർത്തനരഹിതമായത്. ഹൈക്കോടതിയാണ് സഹകരണ ആർബിട്രേഷൻ കോടതി ജഡ്ജിയെ നിയമിക്കേണ്ടത്. ലേബർ കോടതികളിൽ നിന്നും മാറ്റി സഹകരണ മേഖലയിലെ പരാതികൾ പരിഹരിക്കാനാണ് പ്രത്യേക ആർബിട്രേഷൻ കോടതി സ്ഥാപിച്ചത്. സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ബോർഡും ആശ്രയിക്കുന്ന കോടതിയാണിത്. ജീവനക്കാർക്കെതിരെ ബോർഡിന്റെ അച്ചടക്ക നടപടികളും ജീവനക്കാർ ബോർഡിനെതിരെ നൽകുന്ന പരാതികളുമൊക്കെ ഇവിടെയാണ് പരിഹരിക്കേണ്ടത്. ജഗതിയിലുള്ള കോടതിയിൽ ഇപ്പോൾ കേസുകൾ വിളിച്ച ശേഷം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുക മാത്രമാണ് ചെയ്യുന്നത്. അടിയന്തര സ്വഭാവമുള്ള തൊഴിൽ തർക്ക കേസുകളും നിരവധിയാണ്. പരാതികളേറിയപ്പോൾ താൽക്കാലികമായി ഒരു വിരമിച്ച ജഡ്ജിയെ നിയമിച്ചെങ്കിലും മാസങ്ങൾക്കകം സ്ഥാനമൊഴിഞ്ഞു. 10 മാസത്തോളമായി പൂർണ്ണമായും ജഡ്ജിയില്ലാത്ത അവസ്ഥയാണ്. പിരിച്ചുവിടപ്പെട്ട നിരവധി ജീവനക്കാരാണ് തിരികെ സർവീസിൽ പ്രവേശിക്കാനുള്ള പരാതിയുമായി കാത്തിരിക്കുന്നത്. ലേബർ കോടതിയിലും ഇവിടെയുമായി കഴിഞ്ഞ 20 വർഷത്തോളമായി കേസ് തുടരുന്നവരുമുണ്ട്. ഗോകുലം ഗ്രൂപ്പ് FEMA നിയമം ലംഘിച്ചുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ശ്രീ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫൈനാൻസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് നിയമവിരുദ്ധമായി പ്രവാസികളിൽ നിന്നും 593 കോടി രൂപ സമാഹരിച്ചെന്നാണ് ED കണ്ടെത്തൽ. ഈ പണം അക്കൗണ്ട് വഴി കൈമാറിയെന്നും വിദേശത്തേക്ക് പണം അയച്ചെന്നും ഇത് RBI FEMA ചട്ടങ്ങളുടെ ലംഘനമാണെന്നും ED അറിയിച്ചു. പ്രവാസികൾക്ക് പണമായി തിരികെ നൽകിയതും ചട്ടലംഘനമാണ്. കോഴിക്കോടും ചെന്നൈയിലും ഗോകുലത്തിന്റെ ഓഫീസുകളിലും വീടുകളുമായി നടത്തിയ പരിശോധനയിൽ FEMA നിയമലംഘനവുമായി ബന്ധപ്പെട്ട രേഖകളും 1.5 കോടി രൂപയും പിടിച്ചെടുത്തതായും EDയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. വെള്ളിയാഴ്ച കോഴിക്കോട്ടെ ഗോകുലം ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസ്, ചെന്നൈ കോടമ്പാക്കത്തെ ഗോകുലം ചിറ്റ്സിന്റെ കോർപ്പറേറ്റ് ഓഫീസ്, ഗോകുലം ഗോപാലന്റെ മകനും MDയുമായ ബൈജുവിന്റെ നീലാങ്കരയിലെ വസതി എന്നിവിടങ്ങളിലായിരുന്നു റെയ്ഡ്. ചെന്നൈയിലെ റെയ്ഡ് ശനിയാഴ്ച പുലർച്ചെയാണ് അവസാനിച്ചത്. ഗോകുലം ഗോപാലനെ 7.5 മണിക്കൂറോളം ED ചോദ്യം ചെയ്തു. എമ്പുരാനായി ബന്ധപ്പെട്ട വിവാദങ്ങളുമായി ഇപ്പോഴത്തെ പരിശോധനയ്ക്ക് ബന്ധമില്ലെന്നും 2022 കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായാണ് അന്വേഷണമെന്നുമാണ് EDയുടെ നിലപാട്. ഹായ് ഡാർലിംഗ്, പറയൂ. ഇപ്പൊ വരാം. ഇല്ല മറന്നിട്ടില്ല, എന്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ. എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില്?
ഇത് തന്നെ വേണത്രേ. നമ്മുടെ ബാങ്കിന്റെ ആണേ സംഗതി സൂപ്പറാ. CoPro Coconut Oil, crossing dreams of taste. High-grade coconuts, advanced technology, triple filter process. A product of Vengadeshwari Service Cooperative Bank.